നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നമ്മൾ പണ്ട് ഒരു മൈനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത, അതായത് TTCoin മൈനിങ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ആപ്പിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് TTCoin ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്, സിമ്പിൾ TC. അപ്പോൾ ആ ഒരു കോയിൻ്റെ വിഡ്രോവൽ ചെറിയ ചേഞ്ച് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പുതിയ ആപ്പൊക്കെ കയറ്റിയിട്ട് അവരുടെ ആ ഒരു നേരത്തെ TRC20 നെറ്റ്വർക്കിലായിരുന്നു, ഇപ്പോൾ അവരത് BSCയിലായിട്ട് മാറി. അപ്പോൾ അതൊക്കെ ആ ഒരു വിഡ്രോവൽ നമുക്ക് എങ്ങനെ ഫോമൊക്കെ എങ്ങനെ സബ്മിറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ. വിഡ്രോവലിന് വേണ്ടിയിട്ടുള്ള ഫോമൊക്കെ എങ്ങനെ സബ്മിറ്റ് ചെയ്യാം, പുതിയ ആപ്പ് എങ്ങനെ കയറ്റാം എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണത്. എൻജോയ് ടെക് വിത്ത് SNK. നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഏതൊരു ടോക്കൺ, ഏതൊരു കോയിൻ വാങ്ങിച്ചാലും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാം അറിയാൻ പറ്റും. ട്വിറ്റർ മെയിനായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം അറിയാൻ പറ്റും. അപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിലുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയേണ്ട, എല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ TTCoinൻ്റെ ലോഗോയൊക്കെ അവർ ചേഞ്ച് ചെയ്തു. എന്നിട്ട് അവർ ഇവിടെ ഈ ഒരു പിൻഡ് മെസ്സേജിൽ പുതിയ ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. അപ്പോൾ പുതിയ ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. പഴയ ആപ്പ് ഡിലീറ്റ് ആക്കി അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞിട്ട് വേണം ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ TTCoin നെറ്റ്വർക്കാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാം. ക്രോം സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ആവും. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തതാണ്, അതുകൊണ്ടാണ് ഡൗൺലോഡ് അഗെയിൻ എന്ന് വെച്ചത്. അപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തതാണ്. ഇനി ഞാനത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഈ 3 ലൈൻസ് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാണ്. ഓക്കെ, ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ അത് സൈൻ ഇൻ വിത്ത് ഗൂഗിൾ. അപ്പോൾ ഞാൻ ഗൂഗിൾ Gmail ID ഏത് വെച്ചാണ് നമ്മൾ സൈൻ ഇൻ ചെയ്തതെന്നുള്ളത് നമുക്ക് ഓർമ്മ വേണം. അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് അതൊന്ന് ജസ്റ്റ് നോക്കി വെക്കുക. നമ്മൾ ഏത് Gmail ID വെച്ചാണ് സൈൻ ഇൻ ചെയ്ത് അക്കൗണ്ട് ഉണ്ടാക്കിയതെന്ന് ജസ്റ്റ് നോക്കി വെക്കുക. അപ്പോൾ ഞാൻ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ കൊടുത്തിട്ട് എൻ്റെ ആ Gmail ID കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ സൈൻ ഇൻ ആയിട്ട് വന്നു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ ഒരു ഏണിങ്സ്, നമുക്ക് നേരത്തെ കിട്ടിയ ഏണിങ്സ് ഇവിടെ കാണാനില്ല. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ ഈ 3 ലൈൻസ് ക്ലിക്ക് ചെയ്യുക. 3 ലൈൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു വാളറ്റിൽ ക്ലിക്ക് ചെയ്യുക. വാളറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലൈഫ് ടൈം ആയിട്ട് എത്ര കിട്ടിയെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. ഇത് 9,000 എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം ഇത് TRC20 ആണ്. TRC20യിലായിരുന്നു ആദ്യം TTCoin ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ BSCയിലായിട്ട് മാറി, അതായത് BP20 ടോക്കണായിട്ട് മാറി. അപ്പോൾ നമ്മൾ ബാക്ക് അടിക്കുകയാണ്. ബാക്ക് അടിച്ചിട്ട് ഈ 3 ലൈൻസ് വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പേ ഔട്ട് ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എൻ്റെ പെൻഡിങ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പെൻഡിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്ക് ഇവിടെ BP20 TC അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. അതിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ക്രോം സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. വീണ്ടും ക്രോം സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫോം നിങ്ങൾക്ക് എടുക്കാൻ അറിയില്ലെങ്കിൽ ഈ ഫോമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ഫോമിലോട്ട് കയറാൻ പറ്റും. ഇങ്ങനൊരു ഓപ്ഷൻ ഈ പേ ഔട്ട് ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ ഫോമിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. TTCoin ഇമെയിൽ അഡ്രസ്സാണ് ഫസ്റ്റ് ചോദിച്ചത്. TTCoinൽ നമ്മൾ യൂസ് ചെയ്താണ് ഇമെയിൽ അഡ്രസ്സ്. അപ്പോൾ അത് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആഡ് TTCoin BP20 കസ്റ്റം ടോക്കൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ട്രസ്റ്റ് വാലറ്റിൽ ഈ ഒരു TTCoin ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതാണ് കോൺട്രാക്റ്റ് അഡ്രസ്സ്. BP20 എന്ന് എഴുതിയിട്ടുണ്ട്. ഇതാണ് കോൺട്രാക്റ്റ് അഡ്രസ്സ്. ഇത് ഞെക്കി പിടിച്ചിട്ട് കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മൾ ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിന് വേണ്ടിയിട്ട് ഇത് മിനിമൈസ് ചെയ്യുക. മിനിമൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്യുക. ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ ഈ ഒരു സെറ്റിങ്സ് പോലത്തെ ഐക്കൺ കണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ സെർച്ച് ടോക്കണിൻ്റെ അവിടെ ഇപ്പോൾ കോപ്പി ചെയ്ത സംഭവം പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആഡ് കസ്റ്റം ടോക്കൺ എന്നുള്ള ബട്ടൺ വരും. അതിൽ ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എതീറിയം മാറ്റണം. എതീറിയം മാറ്റിയിട്ട് സ്മാർട്ട് ചെയിൻ ആക്കണം, കാരണം ഇത് സ്മാർട്ട് ചെയിൻ BNB ടോക്കണാണ്. ഓക്കെ, സ്മാർട്ട് ചെയിൻ ആക്കിയിട്ട് കോൺട്രാക്റ്റ് അഡ്രസ്സ് പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ പേസ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലായി വരും. ഫില്ലായി വന്നില്ലെങ്കിൽ നിങ്ങൾ ഇതിൽ ഈ കാണിച്ചാണ് TTCoin TC4 ഈ ഒരു ഡീറ്റെയിൽ കറക്റ്റായിട്ട് അടിക്കുക.
അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഈ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാലും മതി ഈ ഒരു ഡീറ്റെയിൽസ് കിട്ടാനായിട്ട്. ഓക്കെ, എന്നിട്ട് ഡൺ അടിക്കുക. ഡൺ അടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ റിസീവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. റിസീവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു അഡ്രസ്സ് നമ്മൾ കോപ്പി ചെയ്യുക. ഈ ഒരു അഡ്രസ്സ് നമുക്ക് വേണം. ഓക്കെ, എന്നിട്ട് നമ്മൾ താഴത്തോട്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ BP20 TTCoin റൈറ്റ് യുവർ BP20 TTCoin വാളറ്റ് നമ്പർ, അത് വാളറ്റ് അഡ്രസ്സ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, വേറെ ഒന്നല്ല. അപ്പോൾ ഇതിൽ വീഡിയോയിലുണ്ട് എങ്ങനെ കസ്റ്റം ടോക്കൺ ആഡ് ചെയ്യണം എന്നുള്ളതാണ് ഈ വീഡിയോ, അത് ഞാനിപ്പോൾ ഓൾറെഡി കാണിച്ചതാണ്. ഓക്കെ, എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ഡൊണേഷൻ എന്ന് പറഞ്ഞ പേജാണ് വന്നിരിക്കുന്നത്. ഡൊണേഷൻ എന്ന് പറഞ്ഞ പേജിൽ യു ക്യാൻ ഡൊണേറ്റ് ടു ദ TTCoin ടീം സോ ദാറ്റ് ഷിപ്മെൻറ്റ് ക്യാൻ ബി മെയ്ഡ് ഫാസ്റ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ USDT BP20 കൊടുത്തിട്ടുണ്ട്, BNB BP20 കൊടുത്തിട്ടുണ്ട്, USDT TRC20 വഴി അയച്ചു കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും അയക്കാം. ഓക്കെ, അപ്പോൾ അത് ഞാൻ എന്തായാലും ചെയ്യണില്ല, ഞാൻ സബ്മിറ്റ് അടിക്കുകയാണ്. ഡൊണേഷൻ വേണമെങ്കിൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എനിക്ക് ഇത്തിരി പയ്യെ കിട്ടിയാലും മതി എന്നുള്ള രീതിയിൽ സബ്മിറ്റ് അടിക്കുകയാണ്. സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവർ ടീം വിൽ ഇനിഷ്യേറ്റ് എ റിവ്യൂ വിത്തിൻ 5 or 7 days എന്ന് എഴുതിയുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു TTCoinൻ്റെ വിഡ്രോവൽ ഇനീഷ്യേറ്റ് ആവും. അപ്പോൾ അവർ ഫെബ്രുവരി സ്റ്റാർട്ടിങ്ങിലാണ് എയർ ഡ്രോപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത്. എയർ ഡ്രോപ്പ് ചെയ്ത് നമ്മുടെ വാളറ്റിലോട്ട് വരും. അപ്പോൾ അവർക്ക് ആ ഡൊണേഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വാളറ്റിലോട്ട് വരും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കിട്ടുമ്പോൾ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഫോമിൻ്റെ ലിങ്ക് ഞാൻ ഡയറക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ആ ഫോമിലോട്ട് കയറിയിട്ട് ഫില്ല് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ട്രസ്റ്റ് വാളറ്റിൻ്റെ സ്മാർട്ട് ചെയിൻ BNB അഡ്രസ്സൊക്കെ പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് അമർത്തുക. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ അപ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.